അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും എൻ്റെ വിധമായ നമസ്കാരം. പ്രിയപ്പെട്ട അധ്യക്ഷൻ പ്രവീൺ കുമാർ, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ സമുദായ നേതാവും ഭാവി പ്രധാനമന്ത്രിയുമായ ശ്രീ രാഹുൽ ഗാന്ധി അവர்களെ വേദിയിലെ ഇന്ത്യ മുന്നണിയുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരൻ, നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്കാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യവും എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഉൾക്കൊള്ളലിൻ്റെ രാഷ്ട്രീയവും പുറത്താക്കലിൻ്റെ രാഷ്ട്രീയവും തമ്മിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുന്നത് എന്ന് നമുക്കറിയാം. രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെ നിലനിർത്തണോ അതോ അതിനെ ഇല്ലായ്മ ചെയ്യണോ എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് തീരുമാനിക്കുവാനുള്ളത്. മഹാത്മജിയുടെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഡോക്ടർ അംബേദ്കറുടെയും എല്ലാം ആശയങ്ങൾ, അഹിംസയുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് മഹാത്മജി മനുഷ്യരെ ഉൾക്കൊള്ളുവാനാണ് നമുക്ക് മാതൃക കാണിച്ചത്. ജനാധിപത്യത്തിൻ്റെ ഉന്നത മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയ മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അദ്ദേഹവും ജനങ്ങൾക്കിടയിലെ ഉൾക്കൊള്ളലാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കർ ഉയർന്ന മാനവികത കാഴ്ചവെച്ച മഹത് വ്യക്തിത്വമാണ്. അദ്ദേഹവും ജനങ്ങളെ ഉൾക്കൊള്ളേണ്ടതിൻ്റെ അനിവാര്യതയാണ് പഠിപ്പിച്ചത്. അതാണ് നമുക്ക് നിലനിർത്തേണ്ടത്. ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യവും അത് തന്നെയാണ്, ഇൻക്ലൂസീവ് ഇന്ത്യ മുന്നണിയുടെ ആ ലോഗോയിൽ തന്നെ പറയുന്നത് അതാണ്. ഉൾക്കൊള്ളുവാനുള്ള മനസ്സ്, അതിനെ നമ്മൾ നിലനിർത്തുക. 1000 ആണ്ടുകളുടെ പാരമ്പര്യം അതാണ്. അതിനെ അധികാരത്തിൻ്റെ ഗർവിൽ ആ ഉന്നത മൂല്യങ്ങളെ മറക്കുന്നു ഇപ്പോഴത്തെ ഭരണകൂടം. ഇവിടെ പ്രതിപക്ഷം തന്നെ വേണ്ട എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് തന്നെ തിരിച്ചടിയാകാൻ പോവുകയാണ്. നാളെ ഇന്ത്യ മുന്നണി ഇവിടെ ഭരണപക്ഷത്താവുമ്പോൾ നിങ്ങൾ പേരിനെങ്കിലും പ്രതിപക്ഷത്തിരിക്കണം എന്നാണ് ഞങ്ങൾക്ക് അവരോട് പറയുവാനുള്ളത്. കൂടുതലായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങൾ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം അത് മലബാറിൽ അതൊന്നുകൂടി അരക്കിട്ടുറപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ നമ്മളോട് ഒപ്പം എത്തിയിട്ടുള്ളത്. നമുക്കൊന്നിച്ച് മുന്നേറാം. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഇന്ത്യ, അവിടുത്തെ ആ ജനങ്ങൾക്കെല്ലാം അവരുടെയൊക്കെ മനസ്സ് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. കൈവിട്ടു പോകുന്ന ഇന്ത്യയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ്. പതിറ്റാണ്ടുകളിലൂടെ പാരമ്പര്യങ്ങളിൽ ജ്വലിച്ചു നിന്ന ഇന്ത്യ ഇന്ന് അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ആ മൂല്യങ്ങളെ ചവിട്ടി മതിക്കുന്നു ഇപ്പോഴത്തെ ഭരണകൂടം. പക്ഷെ ജനങ്ങൾ അതിന് കൂട്ടുനിൽക്കും എന്ന് ആരും കരുതേണ്ടതില്ല. ഇക്കഴിഞ്ഞ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് 40% വോട്ടുകൾ കോൺഗ്രസിന് തന്നെ നേടുവാൻ സാധിച്ചു. അത് ഏറ്റവും നല്ല പ്രതീക്ഷയാണ്. ജനങ്ങളർപ്പിച്ച ആ പ്രതീക്ഷ അത് ഇനിയും ഇരട്ടിയാവുവാൻ പോകുന്നു. ആ ഒരു മുന്നേറ്റത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. 26-ാം തീയതി നമ്മൾ അതിനെ വോട്ടാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഉൾക്കൊള്ളലിൻ്റെ രാഷ്ട്രീയം അതിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള നിലപാടുകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് മുമ്പിൽ സഞ്ചരിക്കുവാൻ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ രാഹുൽ ഗാന്ധി, നെഹ്റുവിൻ്റെ മകൾ ശ്രീമതി ഇന്ദിരാഗാന്ധി, അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ രാജീവ് ഗാന്ധി, ആ രാജീവ് ഗാന്ധിയുടെ പ്രിയപുത്രൻ ശ്രീ രാഹുൽ ഗാന്ധി, അദ്ദേഹത്തോടൊപ്പം നമുക്ക് ഒരുമിച്ച് നീങ്ങാം.
അദ്ദേഹത്തിൻ്റെ കരങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നിവിടെ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.